നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് അടിയന്തരമായി 4200 കോടി രൂപ വായ്പയെടുക്കാൻ കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുമതി നൽകി. ഓണച്ചെലവുകൾക്കായി പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ബുദ്ധിമുട്ടുന്നതിനിടെയാണ് കേന്ദ്രത്തിൽ നിന്ന് അനുമതി നൽകിക്കൊണ്ടുള്ള കത്ത് കഴിഞ്ഞ ദിവസം വന്നത്. ഈ വർഷമാകെ 37,512 കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നത്. ഇതിൽ 21,253 കോടി രൂപ ഡിസംബർ വരെ എടുക്കാനായിരുന്നു അനുമതി. ജനുവരി മുതൽ മാർച്ച് വരെയാണ് ശേഷിക്കുന്ന തുക എടുക്കാനാവുക. കഴിഞ്ഞ ചൊവ്വാഴ്ചയോടെ 21,253 കോടി രൂപയും സംസ്ഥാന സർക്കാരിന് കടമെടുത്ത് തീർക്കേണ്ടി വന്നു. ജനുവരി മാർച്ച് കാലയളവിലേക്ക് കടമെടുക്കാനായി മാറ്റിവച്ചിരിക്കുന്ന തുകയിൽ നിന്ന് 5,000 കോടി രൂപ മുൻകൂർ വായ്പയെടുക്കാനാണ് കേന്ദ്രത്തിൻ്റെ അനുമതി കേരളം തേടിയത്. തൽക്കാലം 4,200 കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകുകയായിരുന്നു കേന്ദ്ര സർക്കാർ. ഈ മാസം 10-ന് ഇതിൽ നിന്ന് ആവശ്യമായ തുക വായ്പയെടുത്ത് ഓണച്ചെലവുകൾക്കായി പണം കണ്ടെത്തും. ശമ്പളവും പെൻഷനും ബോണസും ഉത്സവത്തെയും ക്ഷേമ പെൻഷനും അടക്കം ഓണത്തിന് 20,000 കോടി രൂപയോളം ചെലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നികുതി അടക്കമുള്ള മറ്റു വരുമാനങ്ങളിൽ നിന്നാണ് ബാക്കി തുക കണ്ടെത്തുക. കഴിഞ്ഞ വർഷത്തെ പോലെ ഇക്കുറിയും ബോണസും ഉത്സവത്തെയും അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാനാണ് ഇതുവരെയുള്ള ധാരണ. സഹകരണ ബാങ്കിൽ നിന്ന് 1,000 കോടി രൂപ വായ്പയെടുത്ത് 1-2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകും. ഓണത്തോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ ഒരു പങ്ക് നൽകണം എന്ന ആവശ്യം സർവീസ് സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി സാലറി ചലഞ്ച് വഴി 500 കോടി രൂപ ലഭിക്കുമെന്നായിരുന്നു സർക്കാരിൻ്റെ പ്രതീക്ഷയെങ്കിലും 200 കോടി രൂപ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അനൗദ്യോഗിക കണക്ക്. എന്നാൽ പൊതുജനങ്ങളിൽ നിന്നും പ്രമുഖരിൽ നിന്നും സർക്കാരിന് 317 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പല രീതിയിൽ ഉള്ള ഫണ്ട് ശേഖരണം കൊണ്ടാണ് ഓണച്ചെലവുകൾ നടത്താൻ പോകുന്നത്. എന്നാലും 20,000 കോടി രൂപ വേണ്ടിടത്ത് അതിൻ്റെ പകുതി പോലും കിട്ടില്ല എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ക്ഷേമ പെൻഷനും മറ്റും കൊടുത്ത് തീർക്കണമെങ്കിൽ ഇനിയും 900 കോടി രൂപയിലധികം വേണം. അതുപോലെ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശികയായിട്ട് 7 മാസമായി. അതിൻ്റെ ഒരു പങ്കെങ്കിലും കൊടുക്കണം എന്നുള്ള ആവശ്യം ഇടത് സർവീസ് സംഘടനകൾ അടക്കം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ലഭിക്കുന്ന കാര്യം സംശയമാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ ഇത് സംബന്ധിച്ച് കാര്യങ്ങൾക്ക് നീക്കുപോക്കാക്കാൻ സാധിക്കും എന്നും കേന്ദ്ര സഹായം കൊണ്ട് കൂടുതൽ വായ്പ എടുക്കാനുള്ള അനുമതി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കുടിശ്ശികയുടെ ഒരു ഭാഗമെങ്കിലും കൊടുത്തു തീർക്കാൻ പറ്റും എന്ന പ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചത്. ക്ഷേമ പെൻഷൻ കൊടുക്കാത്തത് വലിയ തിരിച്ചടിയായിരുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്. തെരഞ്ഞെടുപ്പിൽ പോലും അത് കാര്യമായി ബാധിച്ചു എന്ന് CPM പാർട്ടി വൃത്തങ്ങൾ പോലും പറഞ്ഞിരുന്നു. 6-7 മാസത്തെ ക്ഷേമ പെൻഷൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ പിടിച്ചുവെച്ചിരിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. പക്ഷേ കയ്യിൽ പണമില്ലാതെ എങ്ങനെ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് ധനവകുപ്പ് ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണമെന്നും ഓണക്കാലത്ത് ഇത്തരത്തിൽ ഉള്ള ഒരുപാട് ചെലവുകൾ സംസ്ഥാനത്തിന് വരുമെന്നുമുള്ള കാര്യം കേന്ദ്ര ധനമന്ത്രിയെ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. അതേസമയം വയനാട് ദുരന്തത്തിൽ പാക്കേജുമായി ബന്ധപ്പെട്ട് 2,000 കോടി രൂപ അടിയന്തരമായി തരണം എന്ന കാര്യവും മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച് കൃത്യമായ ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. വയനാടിൻ്റെ പുനരധിവാസത്തിനായി 2,000 കോടി രൂപ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വേണം എന്നുള്ള ആവശ്യമാണ് സർക്കാർ അടിയന്തരമായി തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത്. എന്നാൽ ഏതു തരത്തിലുള്ള പാക്കേജ് ആയിരിക്കും കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുക എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല.